പൊതിച്ചോറിനുള്ള വാഴയില എടുക്കാനായിട്ട് വന്നതാണ്. പറമ്പിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം പൊതിച്ചോറ് അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ കുറച്ചധികം വാഴയിലകൾ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. വേഗം തന്നെ പോയിട്ട് കടുക് വറുത്ത് ബീട്രൂട്ട് എടുത്തിട്ട് വെച്ചു. തൊട്ട് അടുത്ത് തന്നെ മീനും കൂടെ വറുക്കുന്നുണ്ട് കേട്ടോ. നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ വെട്ടി വെച്ചു കേട്ടോ. രാവിലെ പോകേണ്ടതുകൊണ്ട് വേഗം തന്നെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട ഓംപ്ലേറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓംപ്ലേറ്റ് ഇല്ലെങ്കിൽ പൊതിച്ചോറ് കംപ്ലീറ്റ് ആവില്ലല്ലോ. പിന്നെ കുറച്ച് അച്ചാറൊക്കെ ഉണ്ട്. വാഴയിലയും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടിയില്ലെങ്കിൽ ഇത് കീറിപ്പോകുന്നതുകൊണ്ട് നന്നായിട്ട് വാട്ടിയെടുത്തു. അടുപ്പിൽ നല്ല തീയും ഉണ്ടായിരുന്നു. നമ്മൾ പറമ്പിൽ മഞ്ഞൾ പറിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ചോറ് ഇതാ വിളമ്പി അതിലേക്ക് നമ്മൾ തോരനും അതുപോലെ തന്നെ ഉള്ളിത്തീയലും ഉണ്ടായിരുന്നു കേട്ടോ. വിഷുവൊക്കെ കഴിഞ്ഞ സമയത്ത് 2 ദിവസം കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ആ പറമ്പിൽ പണി ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഉള്ളിത്തീയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണിമാങ്ങ അച്ചാർ, ഓംപ്ലേറ്റ്, പിന്നെ മത്തി വറുത്തത് വേറൊരു ഇലയിൽ പൊതിഞ്ഞെടുത്തേക്കുമായിരുന്നേ. അതങ്ങനെ വെച്ചപ്പോൾ മത്തിയുടെ ടേസ്റ്റ് പോവാതിരിക്കുമല്ലോ, എന്നിട്ട് ചോറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മീനച്ചാറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോരുകറി വേറൊരു കുപ്പിയിലാക്കിയിട്ട് എല്ലാവർക്കും കൂടെ ഉള്ള അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ വിട്ടിട്ടായിരുന്നു കേട്ടോ. പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുഞ്ഞ് പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല ഒതുക്കി പൊതിഞ്ഞെടുത്തു. നമുക്കൊരു വേനൽക്കാല സമയത്ത് വേണം മഞ്ഞൾ പറിച്ചെടുക്കാനായിട്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ മഞ്ഞൾ മുളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോവേ. അപ്പോൾ അതിന് മുന്നേ തന്നെ പറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു വിഷു കഴിഞ്ഞപ്പോൾ തന്നെ എന്നാൽ പറിച്ച് ഇത് ഉണക്കി പൊടിച്ചൊക്കെ കുറച്ച് സമയം എടുക്കുകയെ. അപ്പോൾ തന്നെ പറിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 5-8 പൊതിച്ചോറ് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ആയിട്ട് പറമ്പിലേക്ക് പോകണം. മഞ്ഞൾ നമ്മളിഞ്ഞ് പറിച്ചുകൊണ്ട് വരണം. എന്നിട്ട് അത് പുഴുങ്ങണം. ആദ്യം ഒന്ന് വൃത്തിയാക്കണം. അത് കഴിഞ്ഞ് അത് പുഴുങ്ങി പിന്നെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ മഞ്ഞൾപ്പൊടി അവൈലബിൾ ആണ്. നമ്മൾ പൊടിച്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പൊതിച്ചോറുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നേരെ ഇനി എല്ലാവരെയും കൂട്ടിയിട്ട് പറമ്പിലേക്ക് പോവുകയാണ്. കുറേ മഞ്ഞൾ പറിച്ചു കേട്ടോ. അത് വല്ലാണ്ട് ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല കഷ്ടപ്പാടുള്ള പണിയായിരുന്നേ. കുറേ മഞ്ഞൾ പറിച്ച് അത് കഴിഞ്ഞത് പൊതിച്ചോറ് കഴിക്കാനായിട്ട് എടുത്തു. മഞ്ഞൾ പറിക്കുന്നതും അത് പുഴുങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ പിന്നെ ഇടാം കേട്ടോ. പൊതിച്ചോറ് കഴിച്ചെടുത്തിട്ട് നല്ല ചൂട് ചോറ് പൊതിഞ്ഞ് വെച്ച് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ഒരു ചാറുണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. അതിലും ശരിക്കും മണം എടുത്ത് നിന്നിരുന്നത്. നല്ല മണമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഭക്ഷണം കഴിച്ചു കേട്ടോ. മോരുകറി വേറെ ഉണ്ടായിരുന്നു. ഞാൻ മോരുകറിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ബാക്കിയുള്ള മഞ്ഞളൊക്കെ പറിച്ച് ചാക്കിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകണേ.